അത് ഞാൻ അച്ഛനോട് പറഞ്ഞോളാം. നിങ്ങൾ അച്ഛനെ കാണാൻ പോകുമ്പോ ഇവിടെ വാസന്തി ചേച്ചിയും ധനേട്ടനും ഇല്ലാത്തത് നന്നായി. ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം ഇവര് തമ്മിൽ പിരിച്ചേനെ. അത് ശരിയാ. ഞങ്ങൾ എവിടെ പോയെന്നും അനുതേച്ച് പറയണ്ട. ഞാനിങ്ങ് വരേണ്ട താമസം വാങ്ങിയതിനെ കിട്ടിയതിന്റെ ഒക്കെ കണക്ക് ചോദിക്കും. നീ എന്തിനാ അവരോട് കണക്ക് പറയാൻ നിൽക്കുന്നെ? നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങള് അവരെ അറിയിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ആ ശരി, നിങ്ങൾ പെട്ടെന്ന് റെഡി ആയിട്ട് വാ. നമ്മൾ ചെന്നിട്ട് അച്ഛനും അനുചേച്ചിയും കൂടി രഘുവേട്ടന്റെ കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ നോക്കുമ്പോ നമ്മൾ ഓരോ ഉടക്കുമായിട്ട് ചെല്ലുവാണെന്ന് അവർക്ക് തോന്നുമോ വിനയ? ഉടക്കൊന്നും അല്ലല്ലോ ശബരി, നമുക്കും നമ്മുടേതായിട്ടുള്ള ആവശ്യങ്ങളില്ലേ. ഇത് തറവാട്ടുകാരുമായി കേസ് നടത്താൻ തന്നെ എത്ര കാശ് വേണ്ടി വരുമെന്ന് വിചാരിക്കുന്നത്? കേസ് നടത്തുന്നതിൽ പോലും അച്ഛൻ എതിരാണെന്നാണല്ലോ ദയ പറഞ്ഞത്. അതൊക്കെ നടക്കൂ വിനയ? ആ തീരുമാനമൊക്കെ അച്ഛൻ മാറ്റി. അവര് പോയി ഈ പ്രമാണത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊണ്ടുവരുകയും ചെയ്തു. എന്നാ പിന്നെ കേസുമായിട്ട് മുന്നോട്ട് പോയ പോരെ? എന്തിനാ പിന്നെ മറ്റു കാര്യങ്ങളുമായിട്ട് ഭാഷണം കാണാൻ പോകുന്നത്? തറവാട്ടിൽ നിന്ന് കിട്ടിയ സ്വർണം വെറുതെ ലോക്കറിൽ ഇരിക്കല്ലേ അങ്കിളെ? അത് പണയം വെക്കാനോ വിൽക്കാനോ പാടില്ലെന്ന് കല്യാശ്ശേരി തറവാട്ടിലുള്ളവര് പ്രത്യേകം പറഞ്ഞിരിക്കുക. അപ്പൊ പിന്നെ അച്ഛന് ഞങ്ങൾക്കത് വീതിച്ചു തന്നൂടെ? അതെ, 5 പെൺമക്കളുള്ളപ്പോ എന്തിനാ സ്വർണ്ണ ലോക്കറി വെക്കുന്നെ? അമ്മയുടെ ആഭരണം ഞങ്ങൾക്ക് അണിഞ്ഞു നടക്കാലോ. ഇതൊക്കെ ആരാ അച്ഛന്റെ മുഖത്ത് നോക്കി പറയാ? എന്നെ കൊണ്ട് എന്തായാലും പറ്റില്ല. അല്ലെങ്കിലും ശബരിയേട്ടൻ വാ തുറക്കാതിരിക്കുന്നതാ നല്ലത്. ഞങ്ങള് സംസാരിച്ചോളാം. അതെ, ശബരിയേട്ടൻ കൂടെ വന്നാ മാത്രം മതി. എന്നാ പിന്നെ നമുക്കങ്ങ് ഇറങ്ങിയാലോ? അനുവിന്റെ വീട്ടിൽ നിന്ന് അച്ഛനങ്ങോട്ടൊക്കെ ഇറങ്ങിപ്പോയാ നമുക്ക് പിന്നെ കാണാൻ പറ്റുന്ന. എന്നാ പിന്നെ പെട്ടെന്ന് ഇറങ്ങാം. ശബരിയേട്ടാ വാ. ശരി.